വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് തിരിച്ചടി. വഖഫ് നിയമ ഭേദഗതികൾക്ക് സുപ്രീം കോടതി ഭാഗിക സ്റ്റേ നൽകി. വഖഫ് നൽകണമെങ്കിൽ 5 വർഷം മുസ്ലിം ആയിരിക്കണമെന്ന വ്യവസ്ഥ കോടതി സ്റ്റേ ചെയ്തു. വഖഫിൽ തൽസ്ഥിതി തുടരണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിന് ഭാഗിക സ്റ്റേ നൽകി സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. വഖഫ് നൽകണമെങ്കിൽ 5 വർഷം മുസ്ലിം ആയിരിക്കണമെന്ന വ്യവസ്ഥ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. മതവിശ്വാസിയാണോ എന്ന് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ വകുപ്പ് ഏകപക്ഷീയമായി അധികാരം പ്രയോഗിക്കുമെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. സ്വത്ത് തർക്കത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള ജില്ലാ കളക്ടറുടെ അധികാരത്തിനും സുപ്രീം കോടതി സ്റ്റേ നൽകി. പൗരന്മാരുടെ അവകാശത്തിൽ ജില്ലാ കളക്ടർക്ക് തീർപ്പ് കൽപ്പിക്കാനാവില്ലെന്ന നിരീക്ഷണത്തിലാണ് ഉത്തരവ്. വഖഫ് ബോർഡിലും കൗൺസിലിലും മുസ്ലിം ഭൂരിപക്ഷം വേണമെന്നും കോടതി ഉത്തരവിട്ടു. വഖഫ് ബോർഡിൽ 3 നാഷണൽ കൗൺസിൽ 4 അമുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂവെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ബോർഡ് സിഇഒ മുസ്ലിം ആയിരിക്കണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇടക്കാല ഉത്തരവിൽ ആശ്വാസമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. ഭാഗികമായിട്ടുള്ള ഒരു ആശ്വാസമാണ്. വഖഫ് ബോർഡുകളെ റാഞ്ചിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ ബില്ലിലെ വിവാദപരമായ നിരവധി വ്യവസ്ഥകളാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതിനകത്ത് ഒരുപാട് വിവാദപരമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. അന്തിമ വിധി വരുമ്പോൾ മറ്റ് വ്യവസ്ഥകളെ കൂടി സ്വാഭാവികമായിട്ടും സ്റ്റേയിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയിൽ കനത്ത തിരിച്ചടി നൽകുന്നതാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. നിയമത്തിലെ ഭരണഘടനാ സാധുത പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ വിധിയെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി.